ഞാൻ ഉഷയുടെ ബേക്കിംഗ് ക്ലാസ്സിലുള്ള പഴയ സ്റ്റുഡൻ്റാണ്. ഞാൻ 2022 തൊട്ടിട്ട് ഓരോ പിന്നെ ഓൺലൈൻ ക്ലാസ്സിലായിട്ട് അറ്റൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. ഫസ്റ്റിൽ അറ്റൻഡ് ചെയ്തത് ഇതേപോലെ ഒരു ബേക്കിംഗ് ക്ലാസ്സാണ്. അവിടെ തൊട്ടിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഐസ്ക്രീമിൻ്റെ ക്ലാസ്, ചോക്ലേറ്റ്, കുക്കി ക്ലാസ്, അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റിൽ പിന്നെയും രണ്ടാമത് ഒന്നും കൂടി പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് റുഷാൻ്റെ ബേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഈ എല്ലാ ഗ്രൂപ്പിലും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് റുഷാൻ്റെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഇതാണ്. കാരണം മറ്റുള്ള ഗ്രൂപ്പെല്ലാം നമ്മൾ നിന്ന് പോയി, ഒന്നുമില്ല, ഇപ്പോൾ ആരും ഒരു ഇതില്ല. ഈ ഒരു ഗ്രൂപ്പ് ഏകദേശം ഒരു വർഷത്തോളം ആകാനാകുന്നു നമ്മളിപ്പോൾ ഈ ബേക്കിംഗ് ക്ലാസ്സിൽ ആയിട്ട്. ഇപ്പോൾ അത് ഫുൾ ആക്റ്റീവാണ്. എപ്പം എന്ത് ഡൗട്ട് ചോദിച്ചാലും റുഷ അപ്പോൾ ആൻസർ, അന്നേരം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ ആയാലും റുഷ ആൻസർ കൊടുക്കും. പിന്നെ പൈസയാണെങ്കിലും അത്ര വലിയൊരു പൈസയല്ല. ഞാൻ തന്നെ ഇപ്പോൾ ഇത് ഈ പ്ലം കേക്കിന് പിന്നെ നിന്നത് പിന്നെ ഇത്ര റേറ്റ് ആയുള്ളൂ എന്നുള്ള ആ ഒരു ഡൗട്ട് എനിക്ക് പിന്നെയും തോന്നി. ഇത്രയേ ഉണ്ടാവുള്ളൂ ഈ ഒരു മറ്റേ നിങ്ങൾ പറഞ്ഞ ആ ഒരു മുമ്പിലുണ്ട് അത് യൂട്യൂബ് ചാനലിലുള്ള ആ ഒരു ലേഡീൻ്റെ അവർ അത് ഞാൻ ചേരണോ വേണ്ടിയോ എന്നുള്ളതിൽ നിൽക്കുമ്പോഴാണ് പിന്നെ ഇപ്പോൾ റുഷാൻ്റെ ഈ പ്ലം കേക്കിൻ്റെ കണ്ടത്. അത് ചേരാഞ്ഞത് ഇപ്പം നന്നായി എന്ന് വിചാരിക്കുന്നു. ആ റേറ്റ് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. എത്രയും നല്ല റുഷക്ക് നല്ലൊരു ഭാവിയുണ്ട് ആ കുട്ടിക്ക് മോളെ. അതുകൊണ്ട് റുഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഇപ്പം തോന്നുന്നത്. എപ്പം ആരോട് എന്ത് ചോദിച്ചാലും ഡൗട്ട് ആര് ചോദിച്ചാലും പറയുന്ന ഒരു കുട്ടി. അത്രയ്ക്ക് നല്ലൊരു ക്ലാസ്സാണ് റുഷേൻ്റെ. അതുകൊണ്ട് ആർക്കും ഒരു ഡൗട്ട് വേണ്ട. ഈ ക്ലാസ്സിൽ ചേർന്ന് പോയിട്ട് നമ്മൾ ഒന്നും പറ്റാണ്ട് ഇതായിപ്പോയല്ലോ എന്നുള്ളത്. അത്രയ്ക്ക് നല്ല ക്ലാസ് ആയിരിക്കും എൻ്റെ എല്ലാ. ഞാൻ എന്തായാലും ഉണ്ടാക്കും താത്താൻ്റെ ബ്രൗണി. ഞാൻ എന്തായാലും ഉണ്ടാക്കും ഉറപ്പിച്ചത്. ബ്രൗണി മാത്രമല്ല, ഞാൻ ഇനി കേക്കോ ബ്രൗണി എന്ത് തന്നെ ആയിക്കോട്ടെ താത്താൻ്റെ യൂട്യൂബിലുള്ള വീഡിയോസിൽ മാക്സിമം ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ എല്ലാം ഫോട്ടോ അയച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ആയതാണ് എൻ്റെ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അവിടെയാണ് വെച്ചേക്കുന്നത്. ഒന്നും ഇവിടെ ഇല്ല. അത് കാരണം ഞാൻ ഉണ്ടാക്കാത്തത്. ഞാനിങ്ങനെ എന്താ പറയുക മുട്ടിയാണ് നിൽക്കുന്നത്. ഒന്ന് എത്താൻ, വീട്ടിലെത്തി കിട്ടാൻ, എന്നിട്ട് വേണം എനിക്ക് എല്ലാം സെറ്റാക്കാൻ. എനിക്ക് താത്തനോട് മനസ്സറിഞ്ഞ് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും പൊക്കി പറയുന്നതല്ല, അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് എന്തോ എൻ്റെ കഷ്ടകാല സമയത്താണ് എനിക്ക് താത്താനെ ദൈവമായിട്ട് കൊണ്ടു തന്നതാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിച്ചിട്ടുള്ളത്. കാരണം ഞാനിപ്പോൾ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരുപാട് ഫാമിലി ഇഷ്യൂസും ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് 27 വയസ്സാണ്. പക്ഷേ 27 വയസ്സാണ് എന്നെ കണ്ടാലൊന്നും പറയത്തൊന്നുമില്ല. എനിക്കൊരു കുഞ്ഞുണ്ട്. അവൻ 1 വയസ്സും 4 മാസമായിട്ടേ ഉള്ളൂ. ഞാനിപ്പോഴും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് ഇഷ്യൂ ഉണ്ട്, ഒരുപാട് ഫാമിലി ഇഷ്യൂ, ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കണ്ടെത്തുന്ന ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് ഈ കേക്ക് ഉണ്ടാക്കലും 10 പൈസ കൈ കിട്ടലുമാണ്. കുഞ്ഞുണ്ട്, പക്ഷേ എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും എന്നെ സന്തോഷിപ്പിക്കുന്നതല്ല. അപ്പം ഞാൻ നോക്കുമ്പം ഇപ്പം എനിക്ക് ഏറ്റവും ആവശ്യം ഈ പറഞ്ഞ പോലെ കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇഷ്ടമാണ്. അതിന് ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ കാര്യമായിട്ട് അറിയുന്നില്ല. പക്ഷേ ദൈവം സഹായിച്ച് താത്തനെ എനിക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ച് നിൽക്കുക. എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചു തരാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ദൈവം തന്ന താത്ത എനിക്ക്. ഞാൻ അങ്ങനെ ഇപ്പോൾ കണ്ടേക്കുന്നത്. താത്തൻ്റെ വലിയ മനസ്സുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇച്ചിരിയെങ്കിലും എൻ്റെ പോയ കോൺഫിഡൻസ് ഒക്കെ എനിക്കിപ്പോൾ തിരിച്ച് കിട്ടിയിരിക്കുന്നത് താത്ത വന്നതുകൂടിയാണ്. എന്താണേലും എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിരുന്നെങ്കിലോ ഇപ്പോൾ കണ്ണ് നിറഞ്ഞിട്ടാണ് നിലവിൽ എൻ്റെ മനസ്സറിഞ്ഞ് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ. മുമ്പേ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത്. പക്ഷേ ശരിക്കും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് സ്പോഞ്ച് ഉണ്ടാക്കാൻ പഠിച്ചത് റുഷേൻ്റെ റെസിപ്പി കണ്ടിട്ടാണ്. ഞാൻ എല്ലാ വീഡിയോസും കാണലുണ്ട്. ഞാൻ ലൈക്ക് കമൻറ്റ് അതിനും കമൻറ്റും വെക്കലുണ്ട് കാണുന്നതിനെല്ലാം. സത്യം പറഞ്ഞാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, കാരണം ഇതിന് മുന്നേ എത്ര ഷുഗർ ചേർക്കണം എന്നറിയില്ല. പിന്നെ ഇപ്പോൾ സ്പോഞ്ച് എന്തെങ്കിലും ആയിട്ടൊരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതുപോലെ പിന്നെ ഷുഗർ സിറപ്പ് എനിക്ക് തോന്നുന്ന പോലെയാണ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലവരെല്ലാം പറഞ്ഞു, ചില സമയത്ത് പറയും കൂടുതൽ നനവ്. അപ്പോൾ ശരിക്കും ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഒരു 3/4 കപ്പ് അത്രയല്ലേ പറയില്ലല്ലോ 1 കിലോ കേക്കിന്. എല്ലാം എനിക്ക് ഇങ്ങനെ ഇത്രയും ടേസ്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് ഞാൻ റുഷേൻ്റെ റെസിപ്പി കണ്ടിട്ട് മാത്രമാണ്. ഒരുപാട് നന്ദി ഡിയർ. ഇപ്പം അത്രയും കോൺഫിഡൻസ് ആയിട്ട് കേക്ക് കൊടുക്കുന്നത്. അതുപോലെ ഞാൻ മിക്സിയുടെ 3 മുട്ടയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒരിക്കൽ ഞെട്ടിപ്പൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഫ്ലോപ്പായി പോയി. അവർ വന്നിട്ട് ഭയങ്കര പരാതി. പിന്നെ ഒരു വലിയ ഫംഗ്ഷൻ ആയിരുന്നു കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ തന്നെ പിന്നെ ഞാൻ റുഷേൻ്റെ റെസിപ്പിയെല്ലാം പിന്നെയാണ് ഞാനങ്ങ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാം അതിൽ പറയുന്നത് പോലെ ചെയ്ത് 4 മുട്ട എടുത്തിപ്പോൾ എല്ലാവർക്കും കൊടുക്കുമ്പോൾ എന്താ പറയേണ്ടത്, അത്രയും കോൺഫിഡൻസോടെ കൊടുക്കാൻ പറ്റുന്നു. ഭയങ്കര സന്തോഷട്ടാ. ഇന്നലെ കൊടുത്ത കേക്കാണ്, നല്ല അഭിപ്രായമാണ്. ഇനി 31-നും 1-നും കൂടെ ഒരു ക്ലബിൻ്റെ അതിന് 9 കിലോ കേക്ക് കൊടുക്കാനുണ്ട്. 3 kg 3 kg 2 kg 1 kg അങ്ങനെ. അപ്പോൾ സ്പോഞ്ച് ഉണ്ടാക്കി ഇപ്പോഴേ ഉണ്ടാക്കി തുടങ്ങിയില്ല. എൻ്റെ ടെൻഷനാണ്, ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഓർഡർ എടുക്കുന്നത്. ഒന്നാമത് റുഷേൻ്റെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തോ ഭയങ്കര ഒരു ആരാധനയോടെയാണ് കാണുന്നത്. ഒരുപാട് റെസിപ്പി എല്ലാം കാണുന്നുണ്ട്, പക്ഷേങ്കിൽ റുഷേൻ്റെ ആ ഒരു സംസാരത്തിൻ്റെ സ്റ്റൈലില്ലേ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നിങ്ങളോട് താങ്ക്സ് എന്ന് പറയുന്നത്. ബിഗ് താങ്ക് യു. ഞാൻ ഇങ്ങനെ ആവാൻ കാരണം നിങ്ങൾ തന്നെയാണ്. ഞാൻ കേക്ക് ആദ്യം ഉണ്ടാക്കൽ തുടങ്ങിയിരിക്കണം, പക്ഷേ അത് നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ്. നിങ്ങളെ വീഡിയോയിൽ കണ്ടാലാണ് ഞാൻ ശരിക്കും കേക്ക് ഉണ്ടാക്കൽ പഠിച്ചത്. കേക്ക് ഉണ്ടാക്കും, ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും, പക്ഷേ അത് അത്രയും നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് വരൽ തുടങ്ങി നിങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷമാണ്. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കൽ മൊത്തം നിങ്ങളെ വീഡിയോ ആയിരുന്നു. അതിൻ്റെ ശേഷമാണ് നിങ്ങളിങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമ്പറൊക്കെ കണ്ടത്. അതേ വേഗം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിരുന്നതും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, പുഡിങ്ങിൻ്റെ ക്ലാസ് കൂടി വെക്കുമോ? എന്നാൽ പുഡിങ് കൂടി പഠിക്കാമല്ലോ, എല്ലാ ടൈപ്പ് പുഡിങ്ങും.
മാം ഫോണ്ടൻറ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു മാഡം. മാഡം ഈ പ്ലം കേക്കിൻ്റെയൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം മതി മാഡം. ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു മാഡം. കുറവ് തന്നെയാണ്. എന്താ വെച്ചാൽ ഞാനും വേറൊരു ഇതിൽ കയറിയിട്ട് ഒരൊറ്റ കേക്കിന് 1000 അല്ല 500 രൂപ അങ്ങനെ വെച്ചിട്ട് ഞാൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ ഒന്നേ ചെയ്തിട്ടുള്ളൂ, റെഡ് വെൽവെറ്റ്. പക്ഷേ എങ്കിൽ അത് ബട്ടറായിരുന്നു. എന്നാലും പക്ഷേ അവരൊക്കെ അതിനൊരു ടൈം ഇടും, ഇങ്ങനെ 15 ഡേയ്സ് 1 മന്ത് അങ്ങനെയൊക്കെ. ആ ടൈം കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഒഴിവാക്കുക ചെയ്യുന്നത്. മേഡം അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ എത്ര സംശയം ചോദിച്ചാലും ഇതുവരെ 1 വർഷം കഴിഞ്ഞില്ലേ നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് തുടങ്ങിയിട്ട്. പക്ഷേ എങ്കിൽ ഡൗട്ട് എപ്പോൾ വേണമെങ്കിലും എന്തും ചോദിക്കുക. വേറെ ഏത് കോഴ്സ് മേഡം പഠിപ്പിക്കാത്ത കോഴ്സ് അല്ല കേക്കിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് റിപ്ലൈ തരുന്നില്ലേ ഓരോരുത്തർക്ക്. എല്ലാവർക്കും കൂടെ ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് തന്നില്ല എന്നല്ല, എനിക്കും തന്നു. എല്ലാവർക്കും ആര് ചോദിച്ചാലും അപ്പോൾ തിരിച്ച് മറുപടി ഉണ്ട്. പക്ഷേ കോഴ്സ് ഫീയും കുറവാണ്. എന്താ വെച്ചാൽ എല്ലാവർക്കും ഇതിൽ ചേരാൻ പറ്റും. എങ്ങനെയെങ്കിലും എടുത്തിട്ട് ചെയ്യാം എല്ലാവർക്കും. ഈ പൈസ അത്രയേ ഉള്ളൂ. മറ്റേത് ഒറ്റ ഒന്നിന് ഇത്ര പൈസയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊന്നല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. ഇതല്ല എല്ലാം നമുക്ക് പഠിക്കാമല്ലോ. ഓക്കെ.